Hello students, welcome to Engineering Assignments. ഇന്ന് നമ്മൾ മെഷീൻ ലേണിംഗിലെ 4th മൊഡ്യൂളിൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുമ്പോൾ ഇത് മിമിക് ചെയ്തിട്ടുള്ളത് നമ്മുടെ ബ്രെയിൻ വെച്ചിട്ടാണ്. മെഷീൻ ലേണിംഗിൽ ഉപയോഗിക്കുന്ന ന്യൂറൽ നെറ്റ്വർക്കിനെ നമ്മൾ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. ഇത് നമ്മുടെ എങ്ങനെയാണോ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് ആ രീതിയിലാണ് ഈ ന്യൂറൽ നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ബ്രെയിനെ റിസെമ്പിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ബ്രെയിനിന്റെ ഉള്ളിൽ നമുക്ക് കുറേ ന്യൂറോൺസ് ഉണ്ട്. ഈ ന്യൂറോൺസ് എന്താ നമുക്ക് ചെയ്യുന്നത്? ഈ ന്യൂറോൺസ് നമ്മുടെ സെൻസ് ഓർഗൻസ് ലൈക്ക് നമ്മുടെ കണ്ണ്, നമ്മുടെ മൂക്ക്, നമ്മുടെ ടങ്, നമ്മുടെ സ്കിന്ന്, നമ്മുടെ ഇയേഴ്സ്, ഇതിനൊക്കെ അത് ഇൻപുട്ട് എടുക്കും. ഈ ഇൻപുട്ട് സിഗ്നൽ നമ്മുടെ ന്യൂറോണിൽ അല്ലെങ്കിൽ അതിന്റെ ന്യൂറൽ നെറ്റ്വർക്കിൽ കൊടുത്തു കഴിയുമ്പോൾ എന്താണ് നമ്മൾ ആക്ഷൻ ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചൂടുള്ള ഒരു പാത്രത്തിൽ തൊടാണ്. അപ്പൊ ചൂടുള്ള ഒരു പാത്രത്തിൽ തൊടുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സ്കിൻ സെൻസ് ചെയ്തിട്ട് ബ്രെയിനിന് സിഗ്നൽ ആയിരിക്കും. ആ സിഗ്നലിൽ പറയുന്നത് വെച്ചാൽ നമ്മുടെ സ്കിന്നിനെ താങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ ബോഡീനെ താങ്ങാൻ പറ്റുന്ന ഏറ്റവും കൂടുതലുള്ള ഹീറ്റാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് നമ്മൾ കൈ എടുക്കണം. അതാണ് നമുക്കത്തെ ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ സിമിലർ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ന്യൂറൽ നെറ്റ്വർക്കിലെ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ത് ചെയ്യും? ഇൻപുട്സിനെ എടുത്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് അല്ലെങ്കിൽ എന്ത് ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടേണ്ടതെന്ന് വെച്ചാൽ ആ ഔട്ട്പുട്ട് തരുന്നു നമുക്ക്. ഓക്കെ, സോ ഇറ്റ് മോഡൽസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സെറ്റ് ഓഫ് ഇൻപുട്ട് സിഗ്നൽ ആൻഡ് ഔട്ട്പുട്ട് സിഗ്നൽ യൂസിങ് എ മോഡൽ ഡിറൈവ്ഡ് ഫ്രം അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹൗ a biological brain respond to stimuli from a sensory input. ഇനി നമ്മുടെ ബ്രെയിനിലുള്ള നമ്മൾ ന്യൂറോൺസ് എന്ന് പറയുന്നു. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിൽ ആ ന്യൂറോൺസിനെ നമ്മൾ ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ that is conceived as a model of biological neuron, and artificial neurons are the എലിമെന്ററി യൂണിറ്റ് ഇൻ എ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. എങ്ങനെയാണോ നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ ന്യൂറോൺസ് ഉള്ളത് അതേപോലെ തന്നെ മെയിൻ എലിമെന്റ് ആയിരിക്കും നമ്മുടെ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിൽ ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് ആവുന്നത്. ലുക്ക് ഹിയർ, കണ്ടോ? ഇതാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഒരു ഡയഗ്രാം. ഇതൊരു സിമ്പിൾ ഡയഗ്രാം ഞാൻ വരച്ചു എന്നുള്ളൂ. ജസ്റ്റ് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്. ആർട്ടിഫിഷ്യൽ ന്യൂറോൺ റിസീവ്സ് വൺ ഓർ മോർ ഇൻപുട്ട്. സോ യു ഹാവ് ഇൻപുട്ട് ഫ്രം x1 to xn. അങ്ങനെ നമുക്ക് ഇൻപുട്സ് കിട്ടും. And each input is separately weighted. See, each input you'll have a separate weight also associated with it. ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടെയുള്ള സം എടുക്കും. സം എടുത്തിട്ട് ഒരു ഫംഗ്ഷനിൽ കൂടെ പാസ് ചെയ്യും. ഈ ഫംഗ്ഷന്റെ പേരാണ് ആക്ടിവേഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് ജനറേറ്റ്സ് ഓർ ഡിഫൈൻസ് എ പെർട്ടിക്കുലർ ഔട്ട്പുട്ട് ഫോർ എ ഗിവൺ നോഡ് ബേസ്ഡ് ഓൺ ദ ഇൻപുട്ട് വിച്ച് ഇസ് ഗിവൺ. And finally you will get the output as y is equal to f sigma I is equal to 0 to n wi into xi. Okay, so this is the working of a neural network. ഇനി നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഫിഗർ കാണാം. ഇതാണ് the correct figure for a neural network. So here you can see that to the neurons input signals are given x1 to xn വരെ. And there are some weight also associated with it, that is w1 to wn is the weight associated with input signals. Okay, ഇനി നിങ്ങൾ ഇവിടെ നോക്കുക. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ഇൻപുട്ട് ഉണ്ട്, x0 പറയുന്ന ഇൻപുട്ട്. The input signal taking the constant value equal to 1. Then അതിൻ്റെതായ വെയിറ്റിന് നമ്മൾ പറയുന്നത് ബയാസ് എന്നാണ്. ആൻഡ് ഹിയർ ഇറ്റ് ഇസ് റെപ്രസെന്റഡ് ആസ് w0. ഇനി ആ ചുവന്ന സർക്കിൾ ഇട്ടോർത്ത് വരുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത്? ഇവിടെ വരുമ്പോൾ നമുക്ക് ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടിയുള്ള സമ്മായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻ, ദ ഫംഗ്ഷൻ വിച്ച് പ്രൊഡ്യൂസസ് ദ ഔട്ട്പുട്ട്. സോ ആക്ടിവേഷൻ ഫംഗ്ഷനിൽ കൂടെ പോകുന്നു. സോ ദാറ്റ് യു വിൽ ബി ഗെറ്റിംഗ് f sigma I is equal to 0 to n wi into xi. Then you will get the final output, and your final output will be f sigma I is equal to 0 to n wi into xi. So that is the final output. ഇനി ഞാനൊരു
കോൺസെപ്റ്റിനെ പറ്റി പറയാൻ പോണ്. അതാണ് പെർസെപ്ട്രോൺസ് ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറോൺ ആണ് ഇൻ വിച്ച് ആക്ടിവേഷൻ ഫംഗ്ഷൻ ടേക്സ് എ ത്രെഷോൾഡ് വാല്യൂ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ -1. ഓക്കെ, സോ കൺസിഡർ എ ന്യൂറോൺ ഹാവിംഗ് x1 to xn as its input and w1 to wn as its associated weight. Then you have some constant that is w0 is the bias you are giving. Then the neuron is called as perceptron if the output of the neuron is given by the following function. So the output is equal to 1 if w0, w1, x1 till wn, xn is greater than 0. And if it is less than or equal to 0, it will be -1. So you can see the diagram given here. So you are giving x1 to xn as an input, x0 is given as 1. We are taking the sum, you will get sigma is equal to 0 to n wi into xi. Then here our activation function is a threshold function. That means its output will be 1 or -1. Okay, so greater than 0 ആയി കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് 1 ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് -1 ആയിരിക്കും. അടുത്തതായിട്ട് നമുക്ക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ബൂളിയൻ ഫംഗ്ഷൻ ബൈ പെർസെപ്ട്രോൺ. ഓക്കെ, ബൂളിയൻ ഫംഗ്ഷനെ എങ്ങനെ പെർസെപ്ട്രോൺ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ റെപ്രസെൻറ്റേഷൻ ഓഫ് the input x1 and x2. So here we have two input function that are boolean variables. Let x1 and x2 be the boolean variables. അങ്ങനെയാണെങ്കിൽ x1 and x2 is represented as shown here. That is x1 ന് -1ഉം x2 ന് -1 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിൽ വരുന്നത് -1 ആയിരിക്കും. ഇനി x1 ന് -1 കൊടുത്തു, x2 ന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ -1 ആയിരിക്കും. അതേപോലെ തന്നെ x1 ൽ 1ഉം x2 ൽ -1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് -1 ആയിരിക്കും. Similarly, if you give x1 and x2 both as 1, the output will be 1. Okay, ഇനി ഈ എഴുതിയിട്ടുള്ള ടേബിളിനെ നമുക്കൊരു ഫിഗർ വെച്ച് വെരിഫൈ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ x1 കൊടുത്തു, ഇവിടെ x2 കൊടുത്തു, ഇവിടെ ഞാനൊരു ബയാസും കൂടിയും കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ x0യുടെ കൂടെ w0 മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് x1ന്റെ കൂടെ w1 മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് x2യുടെ കൂടെ w3 മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടിയുള്ള ഫൈനൽ സം ആയിരിക്കും ഇവിടെ വന്ന് നമുക്ക് കിട്ടുന്നത്. Okay, so here it is a perceptron, so it will be having 1 or -1 value. Okay, നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന 1 ആയിരിക്കും. അല്ല, നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് -1 ആയിരിക്കും. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഓറും നാൻഡും നോറൊക്കെ നിങ്ങൾക്ക് പെർസെപ്ട്രോൺ വെച്ച് നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാനേ ഉള്ളൂ. ഇനി ലേണിംഗ് പെർസെപ്ട്രോൺസ്. ഓക്കെ, ഇത് കഴിഞ്ഞ സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, പെർസെപ്ട്രോണിൻ്റെ അൽഗോരിതം. ഓക്കെ, ബൈ ലേണിംഗ് എ പെർസെപ്ട്രോൺ വി മീൻ ദ process of assigning values to the weight and the threshold such that the perceptron produces the correct output for a given training examples. ഓക്കെ, പെർസെപ്ട്രോൺ ലേണിംഗിലേക്ക് പോണതിന് മുന്നായിട്ട് ഞാൻ കുറച്ച് നൊട്ടേഷൻസ് പറയുന്നുണ്ട്. സ്മോൾ ലെറ്റർ n is a number of input and y is equal to f of z, the output from the perceptron for a input vector z. d is equal to x1 d1 till how much you have till there. So that is the training set of s samples. So here we have till xs ds. Now xj എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n dimensional input vector ആണ്. It will range from xj0 till xjn വരെ. Next dj എന്ന് പറഞ്ഞാൽ desired output value of the perceptron for the input xj. Next is xji is a value of the ith feature of the jth training input vector. ഇനി നമ്മൾ xj0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഈ wi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is a weight of the ith input variable. Then wit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? weight I at the tth iteration. ഇനി നമുക്ക് അൽഗോരിതത്തിലേക്ക് കടക്കാം. അൽഗോരിതത്തിൽ സ്റ്റെപ്പ് 1 പറയുന്നത് വെച്ചാൽ ആദ്യം നമ്മൾ വെയ്റ്റ്സും
അതേപോലെ തന്നെ ത്രെഷോൾഡും നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് വെക്കണം. ഇനി വെയിറ്റ് മേ ബി ഇനീഷ്യലൈസ് ടു 0 or to a small random value. Then step 2 നമ്മൾ എന്ത് ചെയ്യണം? For each example j in the training set D, perform the following step over the input xj and desired output dj. So അവിടെ വെച്ചിട്ട് നമ്മളൊരു ആക്ച്വൽ ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇവിടെ? yj of t is equal to f w0t xj0 plus w1t xj1 till wnt xjn വരെ ആയിരിക്കും. ഇനി നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ വെയിറ്റിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ വെയിറ്റിനെ അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ wit+1 ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ wit പ്ലസ് the desired output you want to get minus the output you have got now into xji for all features ranging from 0 to n. Now step 3 എന്ന് പറഞ്ഞാൽ step 2 is repeated until iteration error 1/s sigma j is equal to 1/s mod of dj minus yjt is less than a user specified error threshold gamma or a predefined number for the iteration have been completed. ഇതിനി എപ്പോഴാണ് നിർത്തേണ്ടത്? നമ്മൾ ഇത് നിർത്തേണ്ടത് എപ്പോഴാണോ നമ്മൾ ഐട്രേഷൻ ചെയ്ത് വന്നിട്ടുള്ള എറർ കുറവാകുന്നത്, അല്ലെങ്കിൽ ഒരു ത്രെഷോൾഡ് വാല്യൂ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ത്രെഷോൾഡ് വാല്യൂ ആകുന്ന വരെയായിരിക്കും നമ്മൾ ഈ സ്റ്റെപ്പ് 2 റിപ്പീറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ they have completed a predefined number of iteration where s is again the size of the sample set. ഇനി ഈ അൽഗോരിതം എപ്പോഴാണ് നമുക്ക് വർക്ക് ചെയ്യുന്നത് നോക്കാം. This above algorithm can be applied only if the training examples are linearly separable. Linearly separable ആയാൽ മാത്രമേ നമുക്ക് ഈ അൽഗോരിതം വർക്ക് ചെയ്യുള്ളൂ.